ഹലോ, ആരാ മോനെ ബാത്റൂം ക്ലീൻ ചെയ്യേണ്ടത്? ഈ ആഴ്ച അവനല്ലേ ക്ലീൻ ആക്കേണ്ടത്. പാട്ടൊക്കെ കേട്ട് ചായലും കുച്ചി ഇരിക്കല്ലേ? എന്താണ് ബാത്റൂം ക്ലീൻ ചെയ്യണ്ടേ? ബാത്റൂം ക്ലീൻ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. ഞാനിപ്പോ എന്റെ റൂം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ബാത്റൂം മാത്രമല്ല കിച്ചണും ക്ലീൻ ആക്കാനുണ്ട്. വെണ്ണിക്കഴിവർ നീ മിണ്ടാതിരിയടാ. ആദ്യം ഇതൊന്ന് തീർക്കട്ടെ. എന്റെ റൂം, നിന്റെ റൂം, എന്റെ ബാത്റൂം അങ്ങനെയൊന്നും ഇല്ല. ഇതെല്ലാം നമ്മളുടേതാ. പിന്നെ നമ്മൾ 3 പേരല്ലാതെ 4ാമതൊരാൾ വന്ന് ബാത്റൂം ക്ലീൻ ചെയ്യുമെന്ന് നീ വിചാരിച്ചിട്ടുണ്ടേ? നിനക്ക് തെറ്റി മോനെ. നിന്നെ അവിടെ പുറത്താക്കേ. അതെ, ഞാനിവിടെ നിൽക്കാനൊന്നും ഉദ്ദേശിക്കണ്ട. പാറ്റയും മൂട്ടയുടെ കടിയും ഞാനിവിടെ നിന്ന് പോക്കോളാം. നീ ഒന്ന് എണീച്ച്. നീ എണീച്ച് ബാ. 36 വർഷമായടാ ഞാൻ ഈ ഗൾഫിൽ. നല്ല മൂപ്പുണ്ടല്ലോ. സൗദിന്നും ദുബായിന്നും കുവൈത്തുനിന്നും എല്ലാം പാറ്റയുടെയും മൂട്ടയുടെയും കടി കൊണ്ടിട്ടാ ഖത്തറിലെത്തിയത്. അതിലെനിക്ക് യാതൊരു റിഗ്രറ്റും ഇല്ലടാ. എനിക്ക് വേറൊരു പേരും കൂടി ഉണ്ട്, അറിയാമോ നിങ്ങൾക്ക്? അതേത് പേര്? ഗിർഗിർ കാക്ക. ഇവിടെ എല്ലാവർക്കും അറിയാവുന്നല്ലേ. അതെ, ഇന്ന് ക്ലീനിങ് പരിപാടി നടക്കൂല. എന്താ? എനിക്ക് IPL മാച്ച് കാണാനുള്ളതാണ്. നീ ആരെയാടെ പേടിപ്പിക്കുന്നേ? നിന്നോട് ഞാൻ ബാത്റൂം ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ബ്രഷുമായി നിന്റെ മുന്നിൽ വന്ന് നിന്നിട്ടുണ്ട്. നീ എന്നെ ഒരുപാട് അറിയാനുണ്ട് അനിയാ. ഞാൻ പറയും, നീ അനുസരിക്കും. ഇല്ലേലും മെസ്സ് ഞാൻ പുറത്താക്കും. അല്ലെങ്കിൽ തന്നെ അവൻ പോവാൻ നിൽക്കണേണ്. നീ മിണ്ടാതിരിക്കടാ, മെസ്സിൽ ആള് കുറവാ. നിനക്കെന്നെ ശരിക്കും അറിയില്ല, പറഞ്ഞു കൊടുക്കടാ. എന്താണ് ഇതേ ഇയാക്കടെ വില്ലയൊന്നുമല്ല. ഇയാളുടെ അളിയൻ നാട്ടിൽ പോയപ്പോണ്ടല്ല, ഇയാള് ഓസിന് വന്ന് ഇവിടെ താമസിക്കണേണ്. സംഭവം അല്ലേ? ഇപ്പൊ മനസ്സിലായ? ഇപ്പൊ എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ